തുടർച്ചയായുള്ള ആ ഉരയൽ ശബ്ദം ഇമ്പീരിയൽ ഹെറിറ്റേജ് അക്കാദമിയുടെ വിശാലമായ ഇടനാഴികളിൽ ഒരു താളം പോലെ മുഴങ്ങി കേൾക്കാമായിരുന്നു. ഒരു പഴയ ഈർക്കിലിച്ചൂൽ തിളങ്ങുന്ന ഇറ്റാലിയൻ മാർബിളിലൂടെ ഉരയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. ആ വലിയ സ്കൂളിൽ അതിരാവിലെ നിശബ്ദതയെ ഭേദിക്കുന്നത് ആ ശബ്ദം മാത്രമാണ്. 12 വയസ്സുകാരനായ ദേവന്റെ കൈകൾ യന്ത്രം കണക്കെ ചലിച്ചുകൊണ്ടിരുന്നു. അവന്റെ നെറ്റിയിൽ നിന്നും വിയർപ്പുതുള്ളികൾ ഊർന്നു വീണ് ആ തണുത്ത മാർബിൾ തറയിൽ പതിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം ശരീരത്തിന് ഒട്ടും പാകമല്ലാത്ത നിറം മങ്ങിയതും എണ്ണമറ്റ തവണ തുന്നിച്ചേർത്തതുമായ ഒരു പഴയ ഷർട്ടും മുഷിഞ്ഞ ട്രൗസറുമായിരുന്നു അവന്റെ വേഷം. വലിയ എയർ കണ്ടീഷണറുകളിൽ നിന്നുള്ള തണുത്ത കാറ്റ് ആ ഇടനാഴികളിലൂടെ ഒഴുകി നടന്നെങ്കിലും ദേവന്റെ ഉള്ളിൽ ജീവിതത്തിന്റെ ചൂടും വിയർപ്പും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവനൊരു വിദ്യാർത്ഥിയല്ല, മറിച്ച് നഗരത്തിലെ ഏറ്റവും പ്രതാപമുള്ള ആ വിദ്യാലയത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശുചീകരണ തൊഴിലാളിയാണ്. 8 മണിയാകുമ്പോഴേക്കും ആ ശാന്തത വലിയൊരു കോലാഹലത്തിലേക്ക് വഴിമാറും. സ്കൂളിന്റെ പടുകൂറ്റിൻ ഇരുമ്പുഗേറ്റുകൾ തുറക്കപ്പെടുകയായി. പിന്നീട് അങ്ങോട്ട് ആഡംബരത്തിന്റെ ഒരു ഘോഷയാത്രയാണ്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന BMW, ഓഡി കാറുകൾ സ്കൂൾ മുറ്റത്തേക്ക് ഒഴുകിയെത്തും. വില കൂടിയ വിദേശ പെർഫ്യൂമുകളുടെ സുഗന്ധം വായുവിൽ കലരും. സ്വർണ്ണക്കരയുള്ള യൂണിഫോമുകളും തിളങ്ങുന്ന ലെതർ ഷൂസുകളും ബ്രാൻഡഡ് ബാഗുകളും അണിഞ്ഞ് വിദ്യാർത്ഥികൾ കാറുകളിൽ നിന്ന് പുറത്തിറങ്ങും. അവർ സംസാരിക്കുന്നത് മുഴുവൻ ഇംഗ്ലീഷിലാണ്. ആ സമയം ദേവൻ എങ്ങനെയെങ്കിലും അവരുടെ കണ്ണിൽ പെടാതെ ഏതെങ്കിലും ഇരുണ്ട കോണിലേക്ക് ഒതുങ്ങി നിൽക്കും. അധികാരത്തിന്റെയും സമ്പത്തിന്റെയും ആ വലിയ ലോകത്ത് അവൻ വെറും ഒരു നിഴൽ മാത്രമായിരുന്നു. ആർക്കും വേണ്ടാത്ത, ആരും ശ്രദ്ധിക്കാത്ത ഒരു അദൃശ്യ ജന്മം. കുട്ടികൾ ഉച്ചത്തിൽ ചിരിച്ചും തമാശകൾ പറഞ്ഞും അവനെ കടന്നു പോകുമ്പോൾ, ആ വില കൂടിയ ഷൂസുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഭയത്തോടെ ചുമരിനോട് ചേർന്നു നിൽക്കും. ഒരു ദിവസം ഉച്ചസമയത്തെ ഇടവേള. കുട്ടികൾക്കെല്ലാം ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. ദേവൻ ക്യാൻറ്റീന് സമീപമുള്ള പ്രധാന ഇടനാഴിയിലെ ചവറ്റുകുട്ടകൾ വൃത്തിയാക്കുകയായിരുന്നു. പെട്ടെന്നാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി അവിടേക്ക് വന്നത്. നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരന്റെ മകനാണ് സിദ്ധാർത്ഥ്. അവന്റെ കയ്യിൽ വില കൂടിയ ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടായിരുന്നു. സംസാരിച്ച് അശ്രദ്ധമായി നടന്നു നീങ്ങിയ സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ ആ ഗ്ലാസ് താഴെ വീണു ചിതറി. തറയിലാകെ മിൽക്ക് ഷേക്ക് പരന്നൊഴുകി. സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചുറ്റും നോക്കി. അവൻ കണ്ടത് ചൂലും പിടിച്ച് ഭയന്നു നിൽക്കുന്ന ദേവനെയാണ്. ഏയ് ക്ലീൻ ബോയ്, ഇങ്ങോട്ട് വാ, വേഗം ഇത് തുടച്ചു വൃത്തിയാക്ക്. എന്ത് നാറ്റമാണ് ഇവിടെ! സിദ്ധാർത്ഥ് തികഞ്ഞ പുച്ഛത്തോടെ അലറി. ചുറ്റും നിന്ന അതിസമ്പന്നരായ കുട്ടികൾ അത് കേട്ട് ഉച്ചത്തിൽ പരിഹസിച്ച് ചിരിച്ചു തുടങ്ങി. ആ പരിഹാസ ചിരികൾ ദേവന്റെ ഹൃദയത്തിൽ മൂർച്ചയുള്ള അമ്പുകൾ പോലെയാണ് തറച്ചത്. അവന്റെ വലിയ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പക്ഷേ അവൻ യാതൊന്നും പ്രതികരിച്ചില്ല. ദേഷ്യമോ സങ്കടമോ പുറത്തു കാണിച്ചാൽ തനിക്ക് ഈ ജോലി നഷ്ടപ്പെടുമെന്നും അത് കൊടിയ പട്ടിണിയിലേക്കാണ് നയിക്കുകയെന്നും അവൻ അറിയാമായിരുന്നു. തലകുനിച്ച് മുട്ടുകുത്തി നിന്ന് അവൻ ആ തറ വൃത്തിയാക്കി. ഒഴുകിപ്പരന്ന ആ മധുരപാനീയത്തിനൊപ്പം അവന്റെ കണ്ണുനീരും ആ മാർബിൾ തറയിൽ വീണലിഞ്ഞു. അവൻ അറിയാമായിരുന്നു ഈ ലോകത്ത് പാവപ്പെട്ടവർക്ക് സ്വന്തമായി ശബ്ദമില്ല എന്ന്. അവരെല്ലാവരും ചേർന്ന് അവനെ പഠിപ്പിച്ചത് അതാണ്. എന്നാൽ രാത്രികളിൽ ക്യാമ്പസ് ഉറങ്ങുമ്പോൾ നഗരത്തിന്റെ മറ്റൊരു കോണിൽ ദേവൻ തികച്ചും മറ്റൊരു മനുഷ്യനായി മാറും. പകലത്തെ കഠിനവും അപമാനകരവുമായ ജോലികൾ കഴിഞ്ഞ് റെയിൽവേ ട്രാക്കിനടുത്തുള്ള തന്റെ ചേരിയിലെ കുടിലിൽ തിരിച്ചെത്തുമ്പോൾ അവനൊരു പ്രത്യേക ഉന്മേഷം കൈവരും. ലോകത്തിന്റെ സകല ക്രൂരതകളും പട്ടിണിയും അനുഭവിച്ചാണ് അവൻ ആ 12 വയസ്സിലെത്തിയത്. അവനെ വളർത്തിയ പ്രായമായ സ്ത്രീ നൽകുന്ന ഒരു കപ്പ് കഞ്ഞിവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവൻ തന്റെ സമ്പാദ്യം പുറത്തെടുക്കും. സ്കൂളിലെ ചവറ്റുകുട്ടയിൽ നിന്ന് ആരും കാണാതെ അവൻ എടുത്തുകൊണ്ടുവന്ന കീറിയ പുസ്തകങ്ങളും പഴയ പത്രകഷ്ണങ്ങളുമായിരുന്നു അത്. ആർക്കും വേണ്ടാതെ വലിച്ചെറിയപ്പെടുന്ന ആ പുസ്തകങ്ങളായിരുന്നു അവന്റെ ഏറ്റവും വലിയ സ്വപ്നം. ചേരിയിലെ വഴിവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിലിരുന്ന് അവൻ അതിലെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ ശ്രമിക്കും. താൻ ജീവിക്കുന്ന ചുറ്റുപാടിലെ ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടുകൾക്കും അപ്പുറം വിശാലമായ ഒരു ലോകമുണ്ടെന്നും അറിവിലൂടെ മാത്രമേ ആ ലോകത്തേക്ക് കടക്കാൻ കഴിയൂ എന്നും അവൻ തന്റെ കൊച്ചു മനസ്സുകൊണ്ട് തിരിച്ചറിഞ്ഞിരുന്നു. അവന്റെ കുടിലിന്റെ ഒരു മൂലയിൽ പഴയൊരു പൊട്ടിയ കണ്ണാടിയുണ്ട്. ആരും കാണാതെ രാത്രിയുടെ ഇരുളിൽ അവൻ ആ കണ്ണാടിക്ക് മുന്നിൽ ചെന്നു നിൽക്കും. എന്നിട്ട് സ്കൂളിലെ അധ്യാപകർ സംസാരിക്കുന്നത് കേട്ട് പഠിച്ച ഇംഗ്ലീഷ് വാക്കുകൾ അവൻ ഉച്ചരിക്കാൻ ശ്രമിക്കും. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? അവന്റെ ശബ്ദം വിറച്ചിരുന്നു. ഉച്ചാരണം പലപ്പോഴും തെറ്റിപ്പോകും. എങ്കിലും കണ്ണാടിയിലെ സ്വന്തം പ്രതിബിംബത്തെ നോക്കി അവൻ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കും. ആ പൊട്ടിയ കണ്ണാടിയിൽ അവൻ കണ്ടത് തന്റെ ദരിദ്രമായ രൂപമല്ല, മറിച്ച് ഭാവിയിലെ അറിവുള്ളവനായ തിളങ്ങുന്ന ഒരു മനുഷ്യനെ ആയിരുന്നു. ഒരു നാൾ താനും എല്ലാവരെയും പോലെ ഇംഗ്ലീഷ് സംസാരിക്കുമെന്നും തന്നെ പുച്ഛിച്ച ഈ ലോകം തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു. മാസങ്ങൾ കടന്നുപോയി. ഇമ്പീരിയൽ അക്കാദമി ഇപ്പോൾ വലിയൊരു ആഘോഷത്തിന്റെ വക്കിലാണ്. സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ വന്നെത്തിയിരിക്കുന്നു. സ്കൂൾ മുഴുവൻ വലിയ ഫ്ലക്സ് ബോർഡുകളും വർണ്ണവിളക്കുകളും കൊണ്ട് അലങ്കരിച്ചു തുടങ്ങി. കുട്ടികൾ എല്ലാവരുടെയും പരിപാടികളുടെ അവസാനഘട്ട പരിശീലനത്തിൽ വലിയ തിരക്കിലായി. ഡാൻസ്, സംഗീതം, ഇംഗ്ലീഷ് നാടകം, അങ്ങനെ സ്കൂൾ മുഴുവൻ ഒരു ഉത്സവ പ്രതീതിയിലായിരുന്നു. ഇതൊന്നും തനിക്ക് അവകാശപ്പെട്ടതല്ലെന്നറിഞ്ഞിട്ടും
സ്റ്റേജിനടിയിലെ വയറുകൾക്കിടയിലെ പൊടിപടലങ്ങൾ വൃത്തിയാക്കുന്നതിനിടയിൽ ആ ആഘോഷങ്ങളെ അവൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്കൂളിന്റെ നോട്ടീസ് ബോർഡിൽ വലിയ അക്ഷരത്തിൽ ഒരു അറിയിപ്പ് വന്നു. സ്കൂൾ പ്രിൻസിപ്പൽ മിസ്റ്റർ രവീന്ദ്രനാഥ് കർക്കശക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. 50ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അദ്ദേഹം അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനം നടത്തി. സ്റ്റേജിന് സമീപം തറ തുടയ്ക്കുകയായിരുന്ന ദേവന്റെ കാതുകളിൽ ആ വാക്കുകൾ മുഴങ്ങി. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ആ നിമിഷം ദേവന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. പെട്ടെന്ന് അവന്റെ ഉള്ളിലെ ഉറങ്ങിക്കിടന്ന സ്വപ്നങ്ങൾക്ക് ജീവൻ വെക്കുന്നത് പോലെ അവന് തോന്നി. സ്വന്തം വിധിയെ മാറ്റിമറിക്കാൻ പോകുന്ന ആ ദിവസം അരികിലെത്തിയിരിക്കുന്നുവെന്ന് അവന് തോന്നി. ആരും കാണാതെ അവന്റെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. ആ വലിയ സ്കൂളിലെ അഹങ്കാരികളായ സമ്പന്ന വിദ്യാർത്ഥികൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ഒന്ന് ചെയ്യാൻ, ഒരു വലിയ കൊടുങ്കാറ്റായി മാറാൻ ആ കൊച്ചു മനസ്സ് അപ്പോൾ തീരുമാനമെടുക്കുകയായിരുന്നു. ആ നിശ്ചയദാർഢ്യം ആ വിദ്യാലയത്തിന്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന ഒന്നായിരുന്നു. താഴ്ന്നവരെന്നും ഇല്ലാത്തവരെന്നും മുദ്രകുത്തി മാറ്റി നിർത്തപ്പെട്ടവരുടെ പ്രതിനിധിയായി അവൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. വാർഷികാഘോഷത്തിന്റെ ആ വലിയ വേദി അവന് വേണ്ടി മാത്രം ഒരുങ്ങുന്നത് പോലെ അവന് തോന്നി. ഉരഞ്ഞു തീർന്ന ചൂലിന്റെ സ്ഥാനത്ത് അവൻ ഇനി സ്വന്തം വാക്കുകൾ ആയുധമാക്കാൻ പോവുകയാണ്. കാലം കാത്തുവെച്ച ആ വലിയ ദിവസത്തിനായി ദേവൻ ഉള്ളുകൊണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. ഇമ്പീരിയർ ഹെറിറ്റേജ് അക്കാദമിയുടെ പടുകൂറ്റൻ ഓഡിറ്റോറിയത്തിൽ വാർഷികാഘോഷങ്ങളുടെ അവസാനവട്ട ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയായിരുന്നു. വർണ്ണവിളക്കുകളുടെ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ആ വിശാലമായ വേദിയിൽ പാശ്ചാത്യ സംഗീതത്തിന്റെ കാതടപ്പിക്കുന്ന ശബ്ദം മുഴങ്ങി കേട്ടു. വില കൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പാട്ടുകൾക്ക് ചുവടുവെക്കുന്നതും ഷേക്സ്പിയർ നാടകങ്ങളിലെ ഇംഗ്ലീഷ് സംഭാഷണങ്ങൾ കാണാതെ പഠിച്ചു പറയുന്നതും സ്കൂളിലെ സ്ഥിരം കാഴ്ചയായി മാറിയിരുന്നു. അവിടുത്തെ അന്തരീക്ഷത്തിൽ എങ്ങും വിദേശ സംസ്കാരത്തിന്റെ അതിപ്രസരം മാത്രമാണ് നേളിച്ചിരുന്നത്. സ്വന്തം നാടിന്റെയോ ഭാഷയുടെയോ യാതൊരു അടയാളങ്ങളും ആ അക്കാദമിയിൽ ഉണ്ടായിരുന്നില്ല. സ്റ്റേജിന്റെ ഒരു മൂലയിൽ വലിയ സ്പീക്കറുകൾക്ക് പിന്നിലായി നിലം തുടച്ചുകൊണ്ട് ദേവൻ ഇതെല്ലാം അത്ഭുതത്തോടെ നോക്കിക്കാണുകയായിരുന്നു. അപ്പോഴാണ് സ്കൂൾ പ്രിൻസിപ്പൽ മിസ്റ്റർ രവീന്ദ്രനാഥ് അവിടേക്ക് കടന്നു വന്നത്. അത്യന്തം ഗൗരവക്കാരനും വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യവുമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുഖത്ത് അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പാശ്ചാത്യ നൃത്തത്തിന്റെ റിഹേഴ്സൽ പാതിവഴിയിൽ നിർത്തുവാൻ അദ്ദേഹം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. സംഗീതം പെട്ടെന്ന് നിലച്ചു. ഓഡിറ്റോറിയത്തിൽ നിശബ്ദത തളം കെട്ടി നിന്നു. മൈക്ക് കയ്യിലെടുത്തുകൊണ്ട് രവീന്ദ്രനാഥ് സാർ ഗൗരവത്തിൽ പറഞ്ഞു, എനിക്ക് തൃപ്തിയില്ല. നമ്മുടെ സ്കൂളിന്റെ 50ാം വാർഷികമാണിത്. ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം നാം നൽകുന്നുണ്ട് എന്ന് ഈ കലാപരിപാടികൾ തെളിയിക്കുന്നു. പക്ഷേ നമ്മുടെ വേരുകൾ എവിടെയാണ്? നമ്മുടെ സംസ്കാരം എവിടെയാണ്? അദ്ദേഹം സദസ്സിലിരിക്കുന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും തുറിച്ചു നോക്കി. എന്നിട്ട് തന്റെ അപ്രതീക്ഷിതമായ ആ വെല്ലുവിളി പ്രഖ്യാപിച്ചു. ഈ വാർഷികാഘോഷത്തിൽ എനിക്കൊരു പ്രത്യേക പരിപാടി വേണം. നമ്മുടെ സ്വന്തം മാതൃഭാഷയായ മലയാളത്തിൽ തികച്ചും സ്ഫുടമായി ഒരൊറ്റ ഇംഗ്ലീഷ് വാക്ക് പോലുമില്ലാതെ തുടർച്ചയായി 5 മിനിറ്റ് വേദിയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി എനിക്ക് വേണം. നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും കുറിച്ച് സംസാരിക്കണം. ആർക്കുണ്ട് അതിനുള്ള ധൈര്യം? ആ ചോദ്യം കേട്ടതും ഓഡിറ്റോറിയം അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായി. ഇംഗ്ലീഷ് ഉച്ചാരണത്തിൽ അമേരിക്കൻ ശൈലി അനുകരിച്ച് സംസാരിക്കുന്നതിൽ അഭിമാനം കൊണ്ടിരുന്ന ആ സമ്പന്ന വിദ്യാർത്ഥികളുടെ മുഖത്തെ അഹങ്കാരം പെട്ടെന്ന് മാഞ്ഞുപോയി. പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ മാത്രമേ അവർക്കായുള്ളൂ. പെട്ടെന്ന് മലയാളം അധ്യാപിക പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. സാർ, അതത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ സ്കൂളിലെ ടോപ്പർമാരായ കുട്ടികൾക്ക് അതിന് കഴിയും എന്ന് പറഞ്ഞ് അവർ 10ാം ക്ലാസ്സിലെ സിദ്ധാർത്ഥനെ വേദിയിലേക്ക് ക്ഷണിച്ചു. അഹങ്കാരത്തോടെ തനിക്കിത് നിസ്സാരമാണെന്ന ഭാവത്തിൽ സിദ്ധാർത്ഥ വേദിയിലേക്ക് കയറി. മൈക്കിന് മുന്നിൽ ചെന്ന് അവൻ സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ ഈ സ്കൂൾ വളരെ വളരെ വെരി ഗുഡ് ആണ്. മീൻ വളരെ നല്ലതാണ്. നമ്മൾ എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രവീന്ദ്രനാഥ് സാർ കൈയുയർത്തി അവനെ തടഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരൊറ്റ ഇംഗ്ലീഷ് വാക്ക് പോലും പാടില്ല എന്ന്. തികച്ചും ശുദ്ധ മലയാളം. തനിക്കതിന് കഴിയില്ല സിദ്ധാർത്ഥ്, താഴെ ഇറങ്ങുക. സിദ്ധാർത്ഥിന്റെ മുഖം വിളറി വെളുത്തു. എല്ലാവരെയും പരിഹസിച്ചിരുന്ന അവന്റെ തല അന്ന് ആദ്യമായി മറ്റുള്ളവർക്ക് മുന്നിൽ കുനിഞ്ഞു. തുടർന്ന് 2-3 വിദ്യാർത്ഥികൾ വേദിയിലെത്തി ശ്രമിച്ചു നോക്കിയെങ്കിലും ആക്ച്വലി, ബേസിക്കലി, സോ തുടങ്ങിയ ഇംഗ്ലീഷ് വാക്കുകൾ അവരുടെ സംസാരത്തിൽ അറിയാതെ കടന്നു വന്നു. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ തങ്ങളുടെ കുട്ടികൾക്ക് സ്വന്തം മാതൃഭാഷ പോലും അന്യമായിരിക്കുന്നു എന്ന തിരിച്ചറിവ് അധ്യാപകരിലും വലിയ ഞെട്ടലുണ്ടാക്കി. വൈകുന്നേരമായി. പുറത്തു സാമാന്യം ഭേദപ്പെട്ട മഴ പെയ്യുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പലിന്റെ ഓഫീസ് മുറിയിൽ കനത്ത മൗനം തളംകെട്ടി നിന്നു. രവീന്ദ്രനാഥ് സാർ തന്റെ വലിയ കസേരയിൽ തലകുനിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് മുന്നിൽ സീനിയർ അധ്യാപകർ കുറ്റബോധത്തോടെ തല താഴ്ത്തി നിന്നു. ഇതൊരു വലിയ നാണക്കേടാണ്, രവീന്ദ്രനാഥ് സാർ നിരാശയോടെ പറഞ്ഞു. 50 വർഷം പിന്നിട്ടിട്ടും സ്വന്തം മാതൃഭാഷയിൽ 5 മിനിറ്റ് സംസാരിക്കാൻ കെൽപ്പുള്ള
ഒരൊറ്റ കുട്ടിയെ പോലും വാർത്തെടുക്കാൻ നമുക്കായില്ലല്ലോ. സ്വന്തം വേരുകൾ മറന്നുള്ള ഈ വിദ്യാഭ്യാസത്തിന് എന്ത് വിലയാണുള്ളത്? ആ മുറിയിലെ മൗനം പുറത്തെ മഴയുടെ ഇരമ്പിലിനേക്കാൾ ഭയാനകമായിരുന്നു. അതേസമയം പ്രിൻസിപ്പലിന്റെ ഓഫീസിന് പുറത്തുള്ള ഇടനാഴിയിൽ തറ തുടയ്ക്കുകയായിരുന്നു ദേവൻ. പാതിചാരിയ വാതിലൂടെ അവൻ ഉള്ളിലെ സംഭാഷണങ്ങൾ വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. അവന്റെ നെഞ്ചിടിപ്പ് കൂടി വന്നു. അവൻ ഒരിക്കലും ഒരു പള്ളിക്കൂടത്തിന്റെ പടി ചവിട്ടിയിട്ടില്ല. അക്ഷരങ്ങൾ അവന് ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ ചവറ്റുകുട്ടകളിൽ ഉപേക്ഷിക്കപ്പെട്ട പഴയ പത്രത്താളുകളും കീറിയൊട്ടിയ മലയാള പുസ്തകങ്ങളുമായിരുന്നു അവന്റെ ഗുരുക്കന്മാർ. രാത്രിയുടെ നിശബ്ദതയിൽ ചേരിയിലെ തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് അവൻ ആ അക്ഷരങ്ങളെ സ്നേഹിക്കാൻ പഠിച്ചു. അവൻ വായിച്ചെറിഞ്ഞ കഥകളിലൂടെയും കവിതകളിലൂടെയും അവന്റെ ഉള്ളിൽ മലയാള ഭാഷ അതിന്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ വേരുറപ്പിച്ചിരുന്നു. തനിക്ക് ആ വേദിയിൽ സംസാരിക്കാൻ കഴിയുമെന്ന് ദേവന്റെ മനസ്സ് അവനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവനിലെ ഭയം പതുക്കെ മാറി വന്നു. ആ നിമിഷം തന്റെ കയ്യിലുണ്ടായിരുന്ന അഴുക്കുപുരണ്ട ചൂൽ അവൻ താഴെ വെച്ചു. വിറയ്ക്കുന്ന കൈകളോടെ എന്നാൽ ഉറച്ച മനസ്സോടെ അവൻ ആ വാതിൽ മുട്ടി. അധ്യാപകർ എല്ലാവരും അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ നിൽക്കുന്നത് സ്കൂളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്ലീനർ ബോയ്. മുഷിഞ്ഞ വസ്ത്രങ്ങളും അഴുക്കുപുരണ്ട കൈകളുമായി അവൻ ആഡംബരപൂർണമായ ആ മുറിയിലേക്ക് ഭയത്തോടെ കാലെടുത്തു വെച്ചു. നീ എന്താ ഇവിടെ? ഈ സമയത്ത് ഇവിടെ ആർക്കാണ് നിന്നെ ആവശ്യം? വേഗം പോയി നിന്റെ പണി നോക്ക്. ഒരു അധ്യാപകൻ അവനെ പുച്ഛത്തോടെ ശകാരിച്ചു. എന്നാൽ ദേവൻ പിന്മാറിയില്ല. അവൻ നേരെ പ്രിൻസിപ്പലിനെ നോക്കി വിറയ്ക്കുന്ന ശബ്ദത്തിൽ എന്നാൽ വ്യക്തതയോടെ പറഞ്ഞു, സാറിന് സമ്മതമാണെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആ മുറിയിലാകെ ഒരു ചെറിയ ചിരി പടർന്നു. ഒരു തൂപ്പുകാരൻ പയ്യൻ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനോ? അതും നമ്മുടെ 50ാം വാർഷികത്തിൽ? സ്കൂളിന്റെ മാനം കപ്പൽ കയറും. മറ്റൊരു അധ്യാപിക പരിഹസിച്ചു. എന്നാൽ രവീന്ദ്രനാഥ് സാർ കൈ ഉയർത്തി എല്ലാവരെയും നിശബ്ദരാക്കി. അദ്ദേഹം കസേരയിൽ നിന്നെഴുന്നേറ്റ് ദേവന്റെ അരികിലേക്ക് വന്നു. ആ 12കാരന്റെ കണ്ണുകളിലേക്ക് അദ്ദേഹം ആഴത്തിൽ നോക്കി. അവിടെ ഭയമുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാളേറെ തന്നിലുള്ള വലിയൊരു വിശ്വാസവും എന്തോ ഒന്ന് തെളിയിക്കാനുള്ള അദമ്യമായ ആഗ്രഹവും അദ്ദേഹം ആ കണ്ണുകളിൽ വായിച്ചെടുത്തു. നമ്മുടെ ലക്ഷപ്രഭുക്കളായ കുട്ടികൾക്കൊന്നും ഇതിന് കഴിയാത്ത സ്ഥിതിക്ക് ഇവനൊരു അവസരം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? പ്രിൻസിപ്പലിന്റെ വാക്കുകൾ കേട്ട് അധ്യാപകർ ഞെട്ടിത്തരിച്ചുപോയി. ഒന്നുകിൽ ഇവൻ നമ്മുടെ സ്കൂളിന്റെ അഭിമാനം കാക്കും, അല്ലെങ്കിൽ നാം ഒന്നുകൂടി നാണം കിടും. ഈ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്. അധ്യാപകർ പരസ്പരം ആശങ്കയോടെ നോക്കി. അവരെ സംബന്ധിച്ചിടത്തോളം അവൻ വെറുമൊരു അഴുക്കുപുരണ്ട പയ്യൻ മാത്രമായിരുന്നു. അവൻ രാത്രികളിൽ പഴയ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്റെ ഭാവി സ്വപ്നം കാണുന്നവനാണെന്ന് അവർക്കറിയില്ലായിരുന്നല്ലോ. പിറ്റേ ദിവസത്തെ വലിയ ചടങ്ങിനെ കുറിച്ചുള്ള ചിന്തകൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു കൊടുങ്കാറ്റായി വീശാൻ തുടങ്ങി. നാളെ എന്ത് സംഭവിക്കും? ഈ ദരിദ്രനായ പയ്യൻ ആ വലിയ വേദിയിൽ എന്തെങ്കിലും സംസാരിക്കുമോ? അതോ ആയിരക്കണക്കിന് കാണികൾക്ക് മുന്നിൽ സ്കൂളിനെ നാണം കെടുത്തി താഴെ ഇറങ്ങുമോ? ആ രാത്രി ഇമ്പീരിയർ അക്കാദമിക്ക് വലിയൊരു സസ്പെൻസിന്റെ കാത്തിരിപ്പായിരുന്നു. ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള വലിയൊരു ശാന്തത അവിടെ തളം കെട്ടി നിന്നു. പിറ്റേന്ന് പ്രഭാതം ഇമ്പീരിയർ ഹെറിറ്റേജ് അക്കാദമി അക്ഷരാർത്ഥത്തിൽ ഒരു സ്വർഗലോകമായി മാറിയിരുന്നു. 50ാം വാർഷികാഘോഷത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലായിരുന്നു സ്കൂളിലെ ഓരോ ഒരുക്കങ്ങളും. സ്കൂളിന്റെ കൂറ്റൻ കവാടത്തിന് പുറത്ത് നഗരം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു വാഹനവ്യൂഹം തന്നെ രൂപപ്പെട്ടിരുന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആഡംബര കാറുകൾ ഒന്നൊന്നായി വന്നു നിന്നു. മാധ്യമപ്രവർത്തകരുടെ വലിയ വാനുകൾ, ക്യാമറകൾ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരെയെല്ലാം കൊണ്ട് അവിടമാകെ നിറഞ്ഞിരുന്നു. സ്വർണവർണ്ണത്തിലുള്ള വലിയ അലങ്കാര വിളക്കുകളും വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത വില കൂടിയ പുഷ്പങ്ങളും കൊണ്ട് ഓഡിറ്റോറിയം രാജകീയമായി അണിഞ്ഞൊരുങ്ങിയിരുന്നു. വേദിയുടെ പശ്ചാത്തലത്തിലുള്ള പടുകൂറ്റൻ ഡിജിറ്റൽ സ്ക്രീനിൽ സെലിബ്രേറ്റിംഗ് 15 years ഓഫ് എക്സലൻസ് എന്ന് വലിയ അക്ഷരങ്ങളിൽ മിന്നിമറയുന്നുണ്ടായിരുന്നു. മുൻനിരയിലെ കസേരകളിൽ നഗരത്തിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികൾ സ്ഥാനം പിടിച്ചിരുന്നു. മേയർ, പ്രശസ്തരായ വ്യവസായികൾ, സിനിമാ താരങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കെല്ലാം തന്നെ സുവർണ ജൂബിലി ആഘോഷങ്ങളെക്കുറിച്ച് വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. കാണികളുടെ കണ്ണുകളിൽ വിസ്മയം നിറഞ്ഞു നിന്നു. എന്നാൽ വേദിയുടെ മുൻവശത്ത് തിളക്കവും സന്തോഷവും അലയടിക്കുമ്പോൾ വേദിക്ക് പിന്നണിയിലെ അണിയറയിൽ കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു വലിയ ശാന്തത തളം കെട്ടി നിന്നിരുന്നു. പ്രിൻസിപ്പൽ രവീന്ദ്രനാഥ് സാറിന്റെ മുഖത്ത് വലിയ ഗൗരവമായിരുന്നു. അദ്ദേഹം വേഗത്തിൽ സ്കൂളിലെ പ്യൂണിനെ അടുത്തേക്ക് വിളിച്ചു. ദേവൻ എവിടെ? അവനെ വേഗം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. അവനു വേണ്ടി വാങ്ങിവെച്ചിരിക്കുന്ന പുതിയ സ്കൂൾ യൂണിഫോം അവനെ ധരിപ്പിക്കുക. അദ്ദേഹം പതിഞ്ഞ എന്നാൽ ദൃഢമായ സ്വരത്തിൽ നിർദ്ദേശം നൽകി. 15 മിനിറ്റുകൾക്ക് ശേഷം പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ദേവൻ പുറത്തേക്ക് വന്നു. അവനെ കണ്ടാൽ പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. വെളുത്ത നിറത്തിലുള്ള പുതിയ ഷർട്ടും കറുത്ത പാന്റും അവന് നന്നായി ഇണങ്ങിയിരുന്നു. എണ്ണയിട്ട് ചീകി ഒതുക്കിയ മുടി അവനൊരു പുതിയ രൂപം നൽകി. എന്നാൽ ആ വസ്ത്രങ്ങൾ എത്ര പുതിയതായിരുന്നിട്ടും ഇത്രയും കാലം പണിയെടുത്ത് തഴമ്പിച്ച അവന്റെ വിറയ്ക്കുന്ന കൈകളെയും ഭയം നിഴലിക്കുന്ന ആ വലിയ കണ്ണുകളെയും മറച്ചു പിടിക്കാൻ അവയ്ക്ക് കഴിഞ്ഞില്ല. വലിയൊരു പോർക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഭടനെ പോലെ അവന്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു.
ദേവനെ ആ വേഷത്തിൽ കണ്ട അധ്യാപകരുടെ ഇടയിൽ അടക്കം പറച്ചിലുകൾ തുടങ്ങി. പ്രിൻസിപ്പൽ സാറിന് ശരിക്കും ഭ്രാന്ത് പിടിച്ചോ? ഈ വൃത്തികെട്ട ക്ലീനർ പയ്യനെയാണോ അദ്ദേഹം ഇന്ന് സ്റ്റേജിൽ കയറ്റാൻ പോകുന്നത്? നമ്മുടെ സ്കൂളിന്റെ ഇത്രയും കാലത്തെ സൽപ്പേര് ഇന്ന് ഈ നിമിഷം മണ്ണോട് ചേരും, ഒരു അധ്യാപകൻ അമർഷത്തോടെ പറഞ്ഞു. ഇതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ ദേവൻ ഒരു മൂലയിൽ ഒതുങ്ങി നിന്നു. അപ്പോഴാണ് സ്റ്റേജിൽ കയറാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ നിരയിലേക്ക് സിദ്ധാർത്ഥും കൂട്ടുകാരും വന്നത്. പുതിയ യൂണിഫോമിൽ നിൽക്കുന്ന ദേവനെ കണ്ട് അവർ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് പുച്ഛത്തോടെ ചിരിക്കാൻ തുടങ്ങി. ഹലോ കൂട്ടുകാരാ, നോക്കൂ, നമ്മുടെ ക്ലീനർ ബോയ് ഇന്ന് വലിയ പ്രസംഗം നടത്താൻ പോവുകയാണ്. ചൂലിന് പകരം ഇവൻ മൈക്ക് പിടിക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും. സിദ്ധാർത്ഥ് തന്റെ കൂട്ടുകാരെ നോക്കി ഉറക്കെ പറഞ്ഞു. അവർ ഒന്നടങ്കം അവനെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. ആ വാക്കുകൾ ദേവന്റെ ഹൃദയത്തിൽ കൊണ്ടു. എങ്കിലും അവൻ മിണ്ടിയില്ല. പുറത്ത് പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പാശ്ചാത്യ സംഗീതം, ഇംഗ്ലീഷ് നാടകം, സംവാദങ്ങൾ എന്നിവയൊക്കെ സദസ്സിന്റെ വലിയ കയ്യടികൾ ഏറ്റുവാങ്ങി. എല്ലാം കഴിഞ്ഞ് ഏറ്റവും നിർണായകമായ ആ നിമിഷം വന്നെത്തി. രവീന്ദ്രനാഥ് സാർ ഗൗരവത്തോടെ വേദിയിലേക്ക് നടന്നു. മൈക്കിന് മുന്നിൽ അദ്ദേഹം നിന്നപ്പോൾ ഓഡിറ്റോറിയം പൂർണ്ണമായും നിശബ്ദമായി. ബഹുമാന്യരായ അതിഥികളെ, അദ്ദേഹത്തിന്റെ ഗാംഭീര്യമുള്ള ആ ശബ്ദം ആ വലിയ ഹാളിലാകെ മുഴങ്ങി. നമ്മുടെ വിദ്യാലയത്തിന്റെ 50ാം വാർഷികമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നേടുന്നുണ്ടെന്ന് ഈ കലാപരിപാടികൾ തെളിയിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ 50 വർഷത്തെ യാത്രയിൽ നാം മറന്നുപോയ നമ്മുടെ വേരുകൾ എവിടെയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ, നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന് എത്രത്തോളം കരുത്തുണ്ടെന്ന് തെളിയിക്കാൻ ഞാൻ ഇന്ന് ഒരാളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സദസ്സിൽ വലിയ ആകാംക്ഷ നിറഞ്ഞു. പ്രശസ്തനായ ഏതെങ്കിലും എഴുത്തുകാരനോ സാംസ്കാരിക നായകനോ ആയിരിക്കും വരാൻ പോകുന്നതെന്ന് അവർ കരുതി. എല്ലാവരും സ്റ്റേജിലേക്ക് തന്നെ ഉറ്റുനോക്കി. രവീന്ദ്രനാഥ് സാർ പുഞ്ചിരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, ഞാൻ ഈ വേദിയിലേക്ക് ദേവനെ ക്ഷണിക്കുന്നു. ആ പേര് കേട്ടതും ഓഡിറ്റോറിയത്തിൽ ഒരു ചെറിയ സംശയം പടർന്നു. ആരാണ് ദേവൻ? പലരും പരസ്പരം ചോദിച്ചു. പെട്ടെന്നാണ് സദസ്സിന്റെ പിൻനിരയിൽ നിന്നും ഒരു വിദ്യാർത്ഥി വിളിച്ചു പറഞ്ഞു, അത് നമ്മുടെ സ്കൂളിലെ അടിച്ചുവാരി പയ്യനാണ്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആ വലിയ ഹാൾ ഒന്നടങ്കം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആയിരക്കണക്കിന് ആളുകളുടെ പരിഹാസം നിറഞ്ഞ ആ വലിയ ചിരി ഓഡിറ്റോറിയത്തിന്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. ചിലരൊക്കെ ചിരി സഹിക്കാൻ കഴിയാതെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പോയി. ഇത്രയും വലിയൊരു വേദിയിൽ ഒരു തൂപ്പുകാരൻ പയ്യനോ? അവർക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ പരിഹാസ ചിരികൾക്കിടയിലൂടെ വിറയ്ക്കുന്ന കാലുകളോടെ ദേവൻ പതുക്കെ വേദിയുടെ പടവുകൾ കയറാൻ തുടങ്ങി. സ്റ്റേജിന്റെ മധ്യത്തിലെത്തിയപ്പോൾ അവന് ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലെ തോന്നി. വേദിയുടെ മുകളിലെ വലിയ സ്പോട്ട്ലൈറ്റിന്റെ പ്രകാശം അവന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് പതിച്ചു. അവന് മുന്നിൽ ആയിരക്കണക്കിന് ആളുകളുടെ പുച്ഛം നിറഞ്ഞ മുഖങ്ങൾ. അവൻ മൈക്കിന് നേരെ കൈകൾ നീട്ടി. അവന്റെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. തൊണ്ട വരണ്ടു. അവന് ശബ്ദം പുറത്തേക്ക് വന്നില്ല. സദസ്സിൽ നിന്നും വീണ്ടും ഒരാൾ വിളിച്ചു പറഞ്ഞു, ഏയ് പയ്യ, പ്രസംഗിക്കേണ്ട, നീ ആ സ്റ്റേജ് ഒന്ന് അടിച്ചു വാരിട്ട് താഴോട്ട് ഇറങ്ങി വാ. വീണ്ടും സദസ്സിൽ കൂട്ടച്ചിരി മുഴങ്ങി. ആ നിമിഷം ദേവൻ തന്റെ കണ്ണുകൾ ഇറുകെ അടച്ചു. ഭയം അവനെ പൂർണ്ണമായും കീഴടക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ആ അടഞ്ഞ കണ്ണുകൾക്ക് മുന്നിൽ നഗരത്തിലെ ആഡംബരങ്ങളില്ലായിരുന്നു. മറിച്ച് റെയിൽവേ ട്രാക്കിനടുത്തുള്ള തന്റെ ചോന്നലിക്കുന്ന കുടിലായിരുന്നു. ആരും കാണാതെ താൻ പെറുക്കിക്കൂട്ടിയ അക്ഷരങ്ങൾ, രാത്രിയുടെ ഇരുളിൽ തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ വായിച്ചു പഠിച്ച പുസ്തകത്താളുകൾ, എല്ലാറ്റിലുമുപരി ആ കുടിലിന്റെ കോണിലിരുന്ന് തനിക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ ധൈര്യം തന്ന ആ പഴയ പൊട്ടിയ കണ്ണാടി. ഒരു നാൾ ഞാൻ സംസാരിക്കും, ഈ ലോകം മുഴുവൻ അത് കേൾക്കും എന്ന് താൻ കണ്ണാടിയിലെ പ്രതിബിംബത്തോട് പറഞ്ഞ വാക്കുകൾ അവന്റെ കാതുകളിൽ ഒരു മന്ത്രം പോലെ മുഴങ്ങി. തന്നെ കളിയാക്കിയ സിദ്ധാർത്ഥിന്റെയും കൂട്ടുകാരുടെയും മുഖങ്ങൾ അവന്റെ ഓർമ്മയിലേക്ക് വന്നു. ഇല്ല, ഇനി തളരാൻ പാടില്ല. ഇവിടെ തോറ്റുകൊടുത്താൽ താൻ ഇന്നും ഒരു തൂപ്പുപണിക്കാരൻ മാത്രമായിരിക്കും. അവൻ വലിയൊരു ദീർഘനിശ്വാസം എടുത്തു. പതിയെ തന്റെ കണ്ണുകൾ തുറന്നു. ഇത്തവണ അവന്റെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നില്ല. അവന്റെ വിറയിൽ നിന്നു. തലയുയർത്തി നിവർന്നു നിന്നുകൊണ്ട് അവൻ ആ മൈക്കിനടുത്തേക്ക് ഒന്ന് കുനിഞ്ഞു. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും തന്റെ ജീവിതത്തിലെ സകല അപമാനങ്ങൾക്കുമുള്ള മറുപടി എന്നോണം തികഞ്ഞ വ്യക്തതയോടെ അവൻ ആ വലിയ സദസ്സിനെ നോക്കി പറഞ്ഞു, നമസ്കാരം. ആ ഒരൊറ്റ വാക്കിൽ പരിഹസിച്ചു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ആയിരക്കണക്കിന് ആളുകൾ പെട്ടെന്ന് നിശബ്ദരായി. സൂചി വീണാൽ കേൾക്കാവുന്ന അത്രയും വലിയൊരു നിശബ്ദത ആ വലിയ ഹാളിൽ നിറഞ്ഞു നിന്നു. കാലം കാത്തുവെച്ച അവഗണനകളുടെ മറുപടി ഒരു വലിയ കൊടുങ്കാറ്റായി ആ വേദി ആഞ്ഞു വീശാൻ തുടങ്ങുകയായിരുന്നു. നമസ്കാരം എന്ന ആ ഒരൊറ്റ വാക്കിൽ ഓഡിറ്റോറിയത്തിലെ പരിഹാസ ചിരികൾ ഒന്നടങ്കം നിലച്ചു. ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ ആ വലിയ വേദിയിൽ പെട്ടെന്ന് ശ്മശാന തുല്യമായ ഒരു നിശബ്ദത തളം കെട്ടി നിന്നു. മുൻനിരയിലിരുന്ന നഗരത്തിലെ മേയറും മറ്റ് വിശിഷ്ടാദികളും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ കസേരകളിൽ മുൻപോട്ട് ആഞ്ഞിരുന്നു. തനിക്കെതിരെ ഉയർന്നു വന്ന പുച്ഛവും അവഹേളനവും നിറഞ്ഞ നോട്ടങ്ങളെ ദേവൻ തന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് നേരിട്ടു.
സ്റ്റേജിലെ വലിയ സ്പോട്ട് ലൈറ്റിന്റെ വെളിച്ചം അവന്റെ മുഖത്തേക്ക് പതിച്ചു. ആ വെളിച്ചത്തിൽ അവന്റെ കണ്ണുകളിലെ ദൃഢനിശ്ചയം ഏവർക്കും കാണാമായിരുന്നു. ഒരു നിമിഷം അവൻ ആ സദസ്സിനെ മുഴുവൻ കണ്ണോടിച്ചു. തന്നെ പരിഹസിച്ച സിദ്ധാർത്ഥിന്റെയും കൂട്ടുകാരുടെയും മുഖങ്ങൾ അവൻ കണ്ടു. തന്നെ പുച്ഛിച്ചു തള്ളിയ അധ്യാപകരെയും അവൻ കണ്ടു. അവൻ മൈക്കിന് കൂടുതൽ അടുത്തേക്ക് നീങ്ങി നിന്നു. ഇത്തവണ അവന്റെ ശബ്ദത്തിൽ യാതൊരു വിറയലും ഉണ്ടായിരുന്നില്ല. മറിച്ച് വർഷങ്ങളായി അനുഭവിച്ച വേദനകളുടെയും അവഗണനകളുടെയും നെരിപ്പോടിൽ നിന്നും ഊതിക്കാച്ചിയെടുത്ത ഒരു ആത്മവിശ്വാസം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഈ വേദിയിൽ വന്നിരിക്കുന്നത് നിങ്ങളെ ആരെയും തോൽപ്പിക്കാനല്ല. ദേവൻ സംസാരിക്കാൻ തുടങ്ങി. അവന്റെ ശബ്ദം ആ ഓഡിറ്റോറിയത്തിന്റെ മുക്കിലും മൂലയിലും മുഴങ്ങിക്കേട്ടു. മറിച്ച് സംസാരിക്കാനുള്ള ഒരു ചെറിയ ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ പേര് ദേവൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഞാൻ ഈ വിദ്യാലയത്തിലെ തറ തുടയ്ക്കുന്നവനാണ്, അടിച്ചു വാരുന്നവനാണ്. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ വില കൂടിയ ബാഗുകളും മനോഹരമായ വസ്ത്രങ്ങളും ധരിച്ച് ഈ ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ ഒരു പഴയ ചൂലുമായി ഇടനാഴികളുടെ കോണിൽ ഞാൻ നിങ്ങളെ നോക്കി നിൽക്കാറുണ്ട്. നിങ്ങളുടെ തിളങ്ങുന്ന ഷൂസുകൾക്ക് പിന്നാലെ നടന്ന് ഇവിടുത്തെ തറകൾ ഞാൻ വൃത്തിയാക്കാറുണ്ട്. നിങ്ങളുടെ ഷൂസുകൾ തിളങ്ങുമ്പോൾ എന്റെ കൈകളിൽ എപ്പോഴും അഴുക്കും പൊടിയും നിറയാറാണ് പതിവ്. ദേവൻ ഒന്ന് നിർത്തി. സദസ്സിൽ സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദതയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായി ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവന്റെ ശബ്ദം അല്പം കൂടി ഉയർന്നു. കൈകളിൽ അഴുക്കു പുരണ്ടാൽ ഒരു മനുഷ്യൻ കാണുന്ന സ്വപ്നങ്ങൾക്കും അഴുക്കു പുരളുമോ? ഞാൻ വില കൂടിയ പുസ്തകങ്ങളിൽ നിന്നല്ല ഭാഷ പഠിച്ചത്. ആരും കാണാതെ ചവറ്റുകുട്ടകളിൽ നിന്ന് ഞാൻ പെറുക്കിയെടുത്ത പഴയ കടലാസുകളിൽ നിന്നാണ് ഞാൻ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചത്. എന്റെ വേദനകളെയും സങ്കടങ്ങളെയും സ്വയം കേട്ട് അനുഭവിച്ചാണ് ഞാൻ സംസാരിക്കാൻ പഠിച്ചത്. രാത്രികളിൽ ഈ വിദ്യാലയം ഉറങ്ങുമ്പോൾ എന്റെ ചോർന്നലിക്കുന്ന കുടിലിലെ പഴയൊരു പൊട്ടിയ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഞാൻ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഉച്ചരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കി പുഞ്ചിരിക്കാറുണ്ടായിരുന്നു. കാരണം എനിക്കുറപ്പായിരുന്നു ആ കണ്ണാടി പൊട്ടിയതായിരിക്കാം, പക്ഷെ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ പൊട്ടിയിരുന്നില്ല എന്ന്. സദസ്സിലിരുന്ന പലരുടെയും കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു. ദേവന്റെ വായിൽ നിന്നും പുറത്തു വരുന്നത് വെറും വാക്കുകളായിരുന്നില്ല, മറിച്ച് ഒരു പാവപ്പെട്ടവന്റെ ജീവനുള്ള അനുഭവങ്ങളായിരുന്നു. ഇന്ന് ഞാൻ ഈ വലിയ വേദിയിൽ നിൽക്കുമ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും, ഒരു തൂപ്പുപണിക്കാരൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. സത്യം പറയട്ടെ, ഇന്നലെ വരെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിരുന്ന ചോദ്യം ഇതാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. വസ്ത്രങ്ങൾ വില കുറഞ്ഞതാണെങ്കിൽ നമ്മൾ വിളിച്ചു പറയുന്ന ശബ്ദത്തിനും വില കുറയുമോ? ഞാൻ ഈ വിദ്യാലയത്തിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയല്ല. എന്റെ പക്കൽ വാരിക്കൂട്ടിയ വലിയ പുരസ്കാരങ്ങളൊന്നുമില്ല. എന്നാൽ എനിക്ക് ഒന്നു മാത്രമേയുള്ളൂ, അറിവ് നേടാനുള്ള അടങ്ങാത്ത വിശപ്പ്. വിദ്യാലയം എന്നത് ആദ്യത്തെ വരിയിൽ ഇരിക്കുന്നവരുടേത് മാത്രമല്ല, എവിടെയോ ഇരുട്ടിൽ മാറി നിന്ന് അറിവ് സ്വപ്നം കാണുന്നവന്റേത് കൂടിയാണ്. എന്നെ വിലയിരുത്തേണ്ടത് എന്റെ വസ്ത്രങ്ങൾ കണ്ടിട്ടല്ല, മറിച്ച് എന്റെ പരിശ്രമങ്ങൾ കണ്ടിട്ടാകണം. സ്വപ്നം കാണാൻ എവിടെയും പേര് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. അതിന് ആരുടെയും അനുവാദവും ആവശ്യമില്ല. കുറച്ച് ധൈര്യം മാത്രം മതി. ദേവൻ സംസാരിച്ചു നിർത്തിയപ്പോൾ ആ വലിയ ഓഡിറ്റോറിയം അക്ഷരാർത്ഥത്തിൽ മരവിച്ചു പോയിരുന്നു. ഒരൊറ്റ മംഗ്ലീഷ് വാക്കുപോലും പറയാതെ തികച്ചും സ്ഫുടവും ശുദ്ധമായ മലയാളത്തിലാണ് അവൻ തുടർച്ചയായി 5 മിനിറ്റോളം സംസാരിച്ചത്. അവന്റെ ഓരോ വാക്കുകളും അമ്പുകൾ പോലെയാണ് സദസ്സിന്റെ ഹൃദയത്തിലേക്ക് തറച്ചു കയറിയത്. അവനെ കളിയാക്കിയ അധ്യാപകർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. സിദ്ധാർത്ഥും കൂട്ടുകാരും അപമാനഭാരത്താൽ തലകുനിച്ചിരുന്നു. ആ വലിയ പണക്കാരുടെ ലോകത്ത് അറിവ് കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും ഒരു 12കാരൻ അവരെ അപ്പാടെ തോൽപ്പിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ദേവൻ ഒരു നിമിഷം നിശബ്ദനായി. അവന്റെ ചുണ്ടുകളിൽ വിജയത്തിന്റെ ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. അവൻ നേരെ മുന്നിലെ ക്യാമറകളിലേക്കും സദസ്സിലേക്കും നോക്കി. തികച്ചും സ്ഫുടമായ, ആർക്കും തെറ്റു പറയാനാകാത്ത ഇംഗ്ലീഷിൽ ഉറക്കെ പറഞ്ഞു, ലാംഗ്വേജ് ഈസ് നോട്ട് അബൌട്ട് സ്റ്റാറ്റസ്, ഇറ്റ്സ് അബൌട്ട് ഐഡന്റിറ്റി. ആ വലിയ ഹാൾ ഒന്നടങ്കം ഞെട്ടിത്തരിച്ചുപോയി. ശ്വാസമെടുക്കാൻ പോലും മറന്നതുപോലെ ആയിരക്കണക്കിന് ആളുകൾ സ്തബ്ധരായിരുന്നു. ഒരു അഴുക്കുപുരണ്ട ക്ലീനർ ബോയ് ആദ്യം അതിമനോഹരമായ മലയാളത്തിലും പിന്നീട് ഏറ്റവും മികച്ച ഇംഗ്ലീഷിലും സംസാരിച്ചിരിക്കുന്നു. പെട്ടെന്ന് മുൻനിരയിലിരുന്ന മേയർ തന്റെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് കൈയടിക്കാൻ തുടങ്ങി. പിന്നാലെ ആ സദസ്സ് മുഴുവൻ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നു. കരഘോഷങ്ങളാൽ ആ ഓഡിറ്റോറിയം പ്രകമ്പനം കൊണ്ടു. തുടർച്ചയായ 1 മിനിറ്റോളം ആ കയ്യടികൾ നിലച്ചില്ല. ദേവന്റെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. അത് സങ്കടത്തിന്റെ കണ്ണുനീരായിരുന്നില്ല, മറിച്ച് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച വിജയത്തിന്റെ കണ്ണീരായിരുന്നു. പ്രിൻസിപ്പൽ രവീന്ദ്രനാഥ് സാർ വേദിയിലേക്ക് ഓടിക്കയറി. അദ്ദേഹത്തിന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം ആ 12കാരനെ ചേർത്ത് പിടിച്ചു. ശേഷം മൈക്ക് കയ്യിലെടുത്തുകൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇന്നു മുതൽ ദേവൻ ഈ വിദ്യാലയത്തിലെ ഒരു സാധാരണ തൊഴിലാളിയല്ല, അവൻ ഈ ഇംപീരിയർ അക്കാദമിയുടെ വിദ്യാർത്ഥിയാണ്. ഇനി അവൻ ഇവിടെ തറ തുടയ്ക്കില്ല, മറിച്ച്
അവൻ ഇവിടെ ഇരുന്ന് പഠിക്കും. അവന്റെ പഠന ചെലവുകൾ മുഴുവൻ ഈ സ്കൂൾ ഏറ്റെടുക്കും. വരുംകാലത്ത് ഈ രാജ്യം മുഴുവൻ അഭിമാനിക്കാൻ പോകുന്ന ഒരു മകനായി അവൻ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ വാക്കുകൾ കേട്ടതും സദസ്സു വീണ്ടും ഹർഷാരവം മുഴക്കി. ഇന്നലെ വരെ അവനെ പരിഹസിച്ച അധ്യാപകർ എഴുന്നേറ്റ് നിന്ന് അവന് വേണ്ടി കൈയടിച്ചു. ദേവന് തനിക്കു ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ കൈകൾ അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തന്റെ ജീവിതം ഇനി പഴയതുപോലെ ആകില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. അഴുക്കു പിടിച്ച ആ പഴയ ചൂലിൽ നിന്നും സ്വന്തം ഭാവിയുടെ പേരത്തുമ്പിലേക്ക് അവൻ നടന്നു കയറുകയായിരുന്നു. എന്നാൽ ഇത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. ആ കൊച്ചു പയ്യന്റെ ജീവിതത്തിലെ അവിശ്വസനീയമായ മറ്റൊരു വലിയ യാത്രയുടെ തുടക്കം. കാലത്തിന്റെ കുത്തൊഴുക്കിൽ കാത്തിരിപ്പുകൾക്ക് അർത്ഥമുണ്ടാകുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോഴാണ്. കലണ്ടർ താളുകൾ കാറ്റിൽ പറന്നുപോയി. വർഷങ്ങൾ കടന്നുപോയത് ആരും അറിഞ്ഞില്ല. അന്ന് ആ ഓഡിറ്റോറിയത്തിൽ കണ്ണീരോടെ ആയിരങ്ങളുടെ കയ്യടി ഏറ്റുവാങ്ങിയ ആ 12കാരന്റെ ജീവിതം പിന്നീട് സമാനതകളില്ലാത്ത ഒരു പോരാട്ടത്തിൻ്റെതായിരുന്നു. ഇമ്പീരിയർ അക്കാദമിയിൽ നിന്ന് സ്കോളർഷിപ്പോടെ അവൻ തന്റെ പഠനം മികച്ച രീതിയിൽ പൂർത്തിയാക്കി. ഉന്നത വിദ്യാഭ്യാസത്തിനായി അവൻ വിദേശത്തേക്ക് പറന്നു. അറിവിനായുള്ള അവന്റെ അടങ്ങാത്ത ദാഹം അവനെ ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ എത്തിച്ചു. അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരം ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന ഒരു പടുകൂറ്റൻ കണ്ണാടി കെട്ടിടം. അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെ വിശാലമായ ഓഫീസിന്റെ ഗ്ലാസ് ജാലകത്തിനരികിൽ നിന്ന് താഴെ തിരക്കേറിയ നഗരത്തെ നോക്കി നിൽക്കുന്ന ഒരു യുവാവ്. ലോകമറിയപ്പെടുന്ന ഒരു ഗ്ലോബൽ സോഫ്റ്റ്വെയർ സാമ്രാജ്യത്തിന്റെ അധിപൻ. ശതകോടികളുടെ ആസ്തിയുള്ള ലോകമാധ്യമങ്ങൾ എപ്പോഴും വിസ്മയത്തോടെ വാർത്തയാക്കുന്ന ആ ചെറുപ്പക്കാരൻ മറ്റാരുമായിരുന്നില്ല. അത് സാക്ഷാൽ ദേവനായിരുന്നു. വില കൂടിയ ഇറ്റാലിയൻ സ്യൂട്ടും കയ്യിൽ തിളങ്ങുന്ന റോളക്സ് വാച്ചും ധരിച്ചു നിൽക്കുമ്പോഴും അവന്റെ ഉള്ളിൽ റെയിൽവേ ട്രാക്കിനടുത്തുള്ള ആ പഴയ ചോർന്നൊലിക്കുന്ന കുടിലും അതിലെ പൊട്ടിയ കണ്ണാടിയും ഒട്ടും മായാതെ കിടപ്പുണ്ടായിരുന്നു. അന്നത്തെ ആ തറ തുടയ്ക്കുന്ന പയ്യനിൽ നിന്നും ഇന്ന് ഈ കാണുന്ന ലോകമറിയപ്പെടുന്ന വ്യവസായിയിലേക്കുള്ള ദൂരം അവന്റെ ചോരയും നീരും നൽകിയ കഠിനാധ്വാനത്തിൻ്റെത് മാത്രമായിരുന്നു. തന്റെ കമ്പനിയുടെ കോടിക്കണക്കിന് ഡോളറുകളുടെ അന്താരാഷ്ട്ര കരാറുകൾ ഒപ്പിടുന്ന ആ കൈകൾ ഒരിക്കൽ പൊടിയും അഴുക്കും പുരണ്ട് ഒരു ചൂലിൽ മുറുകെ പിടിച്ചിരുന്നവയായിരുന്നു എന്നത് അവൻ ഒരിക്കലും മറന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ദേവന്റെ മേശപ്പുറത്തേക്ക് ഒരു പ്രത്യേക ക്ഷണക്കത്ത് വരുന്നത്. കൊച്ചിയിലെ ഇമ്പീരിയർ ഹെറിറ്റേജ് അക്കാദമിയുടെ 65ാം വാർഷികാഘോഷമാണ്. ആ പരിപാടിയിലെ മുഖ്യാതിഥിയായി ക്ഷണിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു അത്. ആ കത്ത് കണ്ടപ്പോൾ ദേവന്റെ ചുണ്ടിൽ ഒരു നേരിയ പുഞ്ചിരി വിടർന്നു. കാലം തനിക്കായി കാത്തുവെച്ച ഏറ്റവും മനോഹരമായ നിമിഷം വന്നെത്തിയിരിക്കുന്നു. വലിയ ആർഭാടങ്ങളില്ലാതെ ഒരു സാധാരണക്കാരനായി താൻ ആ വിദ്യാലയത്തിലേക്ക് തിരിച്ചു പോകാൻ അവൻ തീരുമാനിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ദേവൻ കൊച്ചിയിൽ വിമാനമിറങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുച്ഛിച്ചു തള്ളിയതും പരിഹസിച്ചതും ഒടുവിൽ വിജയം കൈവരിച്ചതുമായ ആ അക്കാദമിയുടെ വലിയ ഗേറ്റിലൂടെ അവൻ വീണ്ടും അകത്തേക്ക് കടന്നു. അന്ന് അവനെ പുറത്താക്കാൻ നോക്കിയ അതേ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇന്ന് അവനെ കണ്ടതും ആദരവോടെ സല്യൂട്ട് ചെയ്തു. ഏത് ഇടനാഴികളിലാണോ അവനെ ഒരു നിഴൽ പോലെ എല്ലാവരും അവഗണിച്ചത്, ഏത് മാർബിൾ തറയിലാണോ അവന്റെ കണ്ണുനീർ വീണലിഞ്ഞത്, ഇന്ന് അതേ ഇടനാഴികളുടെ ചുവരുകളിൽ സ്വർണ്ണലിപികളിൽ എഴുതി വെച്ചിരുന്നു: ഞങ്ങളുടെ അഭിമാനം, ഞങ്ങളുടെ ജീവിക്കുന്ന പ്രചോദനം, ദേവൻ. സ്കൂളിലൂടെ നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ അവന്റെ ഒരു നോക്കിനായി, ഒരൊറ്റ ഓട്ടോഗ്രാഫിനായി ചുറ്റും കൂടി. ദേവൻ നേരെ പോയത് രവീന്ദ്രനാഥ് സാറിന്റെ അടുത്തേക്കാണ്. വാർദ്ധക്യം അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിരുന്നു. മുടി നരച്ച് മുഖത്ത് കാലം ചുളിവുകൾ വീഴ്ത്തിയ ആ മനുഷ്യൻ ദേവനെ കണ്ടതും കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും സന്തോഷാശ്രുക്കൾ ഒഴുകുന്നുണ്ടായിരുന്നു. ദേവൻ ഓടിച്ചെന്ന് ആ കാൽപാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചു. സാർ, രവീന്ദ്രനാഥ് സാർ അവനെ വാരിപ്പുണർന്നുകൊണ്ട് വിതുമ്പലോടെ പറഞ്ഞു. എനിക്കറിയാമായിരുന്നു മോനെ, എന്റെ വിശ്വാസം നീ കാത്തു. നീ ഒരു നാൾ ലോകം കീഴടക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കണ്ണീരോടെ ദേവൻ മറുപടി പറഞ്ഞു. സാർ, അന്ന് സാർ എനിക്കൊരു അവസരം തന്നിരുന്നില്ലെങ്കിൽ ഞാൻ ഇന്നും ഈ ഇടനാഴികളിൽ തറ തുടയ്ക്കുകയായിരിക്കും. എന്റെ വസ്ത്രം നോക്കാതെ എന്റെ മനസ്സ് കണ്ടത് സാറാണ്. ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിന് കാരണം സാർ മാത്രമാണ്. തുടർന്ന് പ്രധാന പരിപാടി ആരംഭിച്ചു. വാർഷികാഘോഷവേദി, പണ്ടത്തെ അതേ സ്റ്റേജ്, അതേ സ്പോട്ട് ലൈറ്റുകൾ. പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ സിദ്ധാർത്ഥും അവിടെ വന്നിട്ടുണ്ട്. ഒരിക്കൽ ദേവനെ തൂപ്പുപണിക്കാരൻ എന്ന് വിളിച്ച് എല്ലാവർക്കും മുന്നിൽ അപമാനിച്ച സിദ്ധാർത്ഥ് ഇന്ന് വളരെ തുച്ഛമായ ശമ്പളത്തിൽ ഒരു ചെറിയ കമ്പനിയിൽ ഗുമസ്തനായി ജോലി ചെയ്യുകയാണ്. അവൻ സദസ്സിലെ ഏറ്റവും പിന്നിലെ നിരയിൽ തലകുനിച്ചിരിപ്പുണ്ടായിരുന്നു. താൻ അന്ന് പരിഹസിച്ച ആ പാവപ്പെട്ട പയ്യൻ ഇന്ന് തനിക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിലും എത്രയോ ഉയരത്തിലാണെന്ന തിരിച്ചറിവ് അവനെ വല്ലാതെ വേട്ടയാടി. അവന്റെ കണ്ണുകളിൽ പശ്ചാത്താപത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു. ദേവനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. എല്ലാവരും കരുതിയത് അവൻ വില കൂടിയ കോട്ടും സൂട്ടും അണിഞ്ഞ് വിദേശ ശൈലിയിൽ വരുമെന്നാണ്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തികച്ചും ലളിതമായ ഒരു വെള്ള ജുബയും മുണ്ടും ധരിച്ചാണ് അവൻ വേദിയിലെത്തിയത്. മൈക്കിന് മുന്നിൽ അവൻ നിന്നപ്പോൾ സദസ്സ് മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു നിന്നു. ദേവൻ സംസാരിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എന്റെ കൈകളിൽ ഒരു പഴയ ചൂലിന്റെ തഴമ്പുണ്ടായിരുന്നു.
അന്ന് ഞാൻ വെറുമൊരു ക്ലീനർ ബോയ് ആയിരുന്നു. ഇന്ന് ലോകം എന്നെ വിളിക്കുന്നത് ഒരു CEO എന്നാണ്. എന്നാൽ എന്റെ യഥാർത്ഥ ഐഡന്റിറ്റി ഈ പദവികളിൽ ഒന്നുമല്ല. അന്നും ഇന്നും എന്റെ ഏറ്റവും വലിയ പദവി ഞാൻ ഈ മണ്ണിന്റെ മകനാണ് എന്നത് മാത്രമാണ്. സ്വന്തം ഭാഷയെയും സ്വന്തം വേരുകളെയും സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചത് ഈ വിദ്യാലയമാണ്. അവൻ സദസ്സിനെ നോക്കി തുടർന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ വലിയൊരു തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. ഈ സ്കൂളിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ശുചീകരണ തൊഴിലാളികളുടെയും മറ്റു സാധാരണ ജീവനക്കാരുടെയും കുട്ടികളുടെ ഉന്നത പഠന ചെലവ് ഇനി മുതൽ പൂർണ്ണമായും എന്റെ കമ്പനി ഏറ്റെടുക്കും. കാരണം നാളെ ഈ സ്കൂളിൽ മറ്റൊരു ദേവനും ഒരു പൊട്ടിയ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്റെ സ്വപ്നങ്ങളെ കുറിച്ചോർത്ത് സങ്കടപ്പെടരുത്. വിദ്യാലയങ്ങൾ പണക്കാരുടെ മാത്രം കുത്തകയല്ല. കഴിവ് എന്നത് യൂണിഫോം നോക്കിയല്ല വരുന്നത്. അതിനു വേണ്ടത് ചെറിയൊരു അവസരവും ധൈര്യവും മാത്രമാണ്. സദസ്സ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് അവന് വലിയൊരു സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകി. കയ്യടികൾ നിലയ്ക്കാൻ മിനിറ്റുകൾ എടുത്തു. ദേവൻ അന്ന് വെറും ഒരു വ്യവസായി മാത്രമായിരുന്നില്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പാവപ്പെട്ട കുട്ടികളുടെ വലിയൊരു പ്രതീക്ഷ കൂടിയായിരുന്നു. ഇന്നും അമേരിക്കയിലെ അവന്റെ ആഡംബര ഓഫീസിന്റെ ഭിത്തി വില കൂടിയ പെയിന്റിങ്ങുകൾക്ക് പകരം അവൻ സ്വർണ്ണ ഫ്രെയിമിലിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഒരു പഴയ ഈർക്കിലിച്ചൂലാണ്. താൻ എവിടെ നിന്നാണ് വന്നതെന്നും തന്റെ പേരുകൾ എന്താണെന്നും അത് ഓരോ ദിവസവും അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. വസ്ത്രങ്ങളോ പണമോ അല്ല ഒരു മനുഷ്യന്റെ യഥാർത്ഥ വില നിശ്ചയിക്കുന്നത്, മറിച്ച് അവന്റെ ചിന്തകളും ആത്മവിശ്വാസവും സ്വന്തം സ്വത്വത്തോടുള്ള സ്നേഹവുമാണെന്ന് ആ പഴയ ചൂൽ ലോകത്തോട് നിശബ്ദമായി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അഴുക്ക് പുരണ്ട കൈകൾക്ക് ആകാശത്തോളം വലിയ സ്വപ്നങ്ങൾ കാണാമെന്നും പ്രയത്നിച്ചാൽ ആ ആകാശവും ഒരു നാൾ കീഴടക്കാമെന്നും ദേവന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഇരുളടഞ്ഞ വഴികളിൽ പതറാതെ നടക്കുന്നവരാണ് യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത്. നമ്മൾ ഇതുവരെ കേട്ട ദേവന്റെ ജീവിതം വെറുമൊരു കഥയല്ല, മറിച്ച് മുഷിഞ്ഞ വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച വലിയ സ്വപ്നങ്ങളുടെ ഒരു അഗ്നിപർവ്വതമാണ്. മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നത് അവൻ ധരിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങളോ അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളോ അല്ല, മറിച്ച് അവന്റെ ഉള്ളിലെ ഒരിക്കലും അണയാത്ത ആത്മവിശ്വാസവും അറിവിനോടുള്ള അടങ്ങാത്ത ദാഹവുമാണ് എന്ന് ഈ ജീവിതയാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൈകളിൽ അഴുക്ക് പുരണ്ടാലും കാണുന്ന സ്വപ്നങ്ങൾക്ക് ഒരിക്കലും അഴുക്ക് പുരളില്ല എന്ന വലിയ സത്യമാണ് ദേവൻ ലോകത്തിനു മുന്നിൽ വിളിച്ചു പറഞ്ഞത്. ചോർന്നൊലിക്കുന്ന കുടിലിലെ പൊട്ടിയ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവൻ കണ്ട സ്വപ്നങ്ങൾ ദാരിദ്ര്യത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ച് അവനെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചു. ഭാഷ എന്നത് വെറുമൊരു പദവിയുടെ അടയാളമല്ല, അത് നമ്മുടെ വേരുകളും സ്വത്വവുമാണ്. നമ്മൾ ആരെന്നുള്ള തിരിച്ചറിവാണ് ഏത് വലിയ പണത്തെക്കാളും വലിയ സമ്പത്ത്. അഴുക്കുപുരണ്ടവനെന്നും തൂപ്പുപണിക്കാരനെന്നും വിളിച്ച് പരിഹസിച്ചവരുടെ മുന്നിൽ സ്വന്തം അധ്വാനം കൊണ്ട് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായി വളർന്ന ദേവന്റെ ജീവിതം അപമാനങ്ങളെ എങ്ങനെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കാമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. വിദേശത്തെ ആഡംബര ഓഫീസിന്റെ ചുവരിൽ സ്വർണ്ണ ഫ്രെയിമിൽ അവൻ സൂക്ഷിച്ചു വെച്ച ആ പഴയ ഈർക്കിലിച്ചൂൽ വരും തലമുറകൾക്കുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. നാം എവിടെ നിന്ന് വന്നുവെന്നും നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും ആ പഴയ പേരുകൾ ഒരിക്കലും മറക്കരുതെന്നുമുള്ള വലിയ പാഠം. ആർക്കും വേണ്ടാതെ ചവറ്റുകുട്ടകളിൽ ഉപേക്ഷിക്കപ്പെട്ട പഴയ കടലാസുകളിൽ നിന്ന് അക്ഷരങ്ങൾ പെറുക്കിയെടുത്ത് വിജയത്തിന്റെ പുതുചരിത്രം രചിച്ച ദേവൻ ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന ഓരോ മനുഷ്യനുമുള്ള പ്രതീക്ഷയുടെ ജീവിക്കുന്ന പ്രതീകമാണ്. തോൽക്കാൻ മനസ്സിലാത്തവനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. ഈ ഹൃദയസ്പർശിയായ കഥ നിങ്ങളുടെ ഉള്ളിലെ നേരിയ പ്രതീക്ഷയെങ്കിലും തൊട്ടുണർത്തിയിട്ടുണ്ടെങ്കിൽ ആ പഴയ ചൂലെടുക്കുന്ന കൈകളിലെ സ്വപ്നങ്ങൾക്ക് നമ്മുടെയെല്ലാം ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം പകർന്നു നൽകുക. നിങ്ങളുടെ ഓരോ ലൈക്കും സമാനമായ സ്വപ്നങ്ങൾ കാണുന്ന അനേകർക്ക് നൽകുന്ന വലിയൊരു ഊർജമാണ്. ഇരുട്ടിൽ നിൽക്കുന്നവർക്ക് വെളിച്ചമാകാൻ ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് അവരിലേക്കും എത്തിക്കുക. പരാജയങ്ങളെ തോൽപ്പിച്ച ദേവന്റെ ഈ പോരാട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ ചിന്തകൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ പ്രചോദനാത്മകമായ കഥകളും അർത്ഥവത്തായ സാഹിത്യ സൃഷ്ടികളും നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുകയും ചെയ്യുക. അതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കണേ. ഈ അക്ഷരയാത്രയിൽ നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. നിങ്ങളുടെ സ്നേഹത്തിന് ഹൃദയത്തിൽ തൊട്ട നന്ദി.